ലഹരിക്കടിമപ്പെട്ട അക്രമങ്ങളിലേക്ക് കടക്കുന്ന പുതിയ തലമുറയെ കണ്ട് നാട് ആശങ്കപ്പെടുകയാണ്. തെറ്റാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ പോലും ഭയം കാരണം മാറി നിൽക്കുന്നു. കൊല്ലം തങ്കശ്ശേരിയിലെ മത്സ്യത്തൊഴിലാളികൾക്കും ചിലത് പറയാനുണ്ട്. ഓരോ ദിവസവും നടക്കുന്ന അക്രമ സംഭവങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചു പോവുകയാണ്. ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് അക്രമങ്ങൾ നടത്തുന്നവരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ്. അവരെ എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, മുതിർന്നവർ. ഇതിപ്പോൾ കൊല്ലത്തെ തങ്കശ്ശേരിയിലെ മത്സ്യത്തൊഴിലാളികളാണ്. ദിവസവും കടലിൽ പോയി വരുമാനം കണ്ടെത്തി വീട്ടിൽ വന്ന് മക്കളെയൊക്കെ നോക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. വലിയ ആശങ്കയുണ്ട് ഇന്നത്തെ ഒരു സമൂഹത്തിൽ. മെനഞ്ഞാത്ത വെഞ്ഞാറമൂട് സംഭവം, അതുപോലെ തന്നെ കോഴിക്കോട് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കൊന്നത്, അങ്ങനെ ഇതുപോലെ ദിവസവും പലതരത്തിലുള്ള സംഭവങ്ങളാണ് കേരളത്തിലുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലൊക്കെ ഈ ഇപ്പോൾ നിൽക്കുന്നത് 40, 50, 60 വയസ്സിനകത്തുള്ള മീഡിയം പ്രായത്തിലുള്ള ആൾക്കാർ ഞങ്ങളുടെ മക്കളുടെ ഭാവി എവിടെ പോയി നിൽക്കുന്നതിനെ കുറിച്ച് ഭയങ്കര ആശങ്കാജനകമാണ്. ഈ അന്യപ്രദേശത്തുള്ള ഒരു പരിചയമില്ലാത്ത പിള്ളേർ 2 പേര് 3 പേരൊക്കെ അടങ്ങിയ ടീമുകൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്വല്പം ഒരു 50 മീറ്റർ അപ്പുറത്ത് ബസ് പേ ഉണ്ട്, അതിന് താഴെ പാർക്കുണ്ട്. ഇതുപോലെ വള്ളങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഈ വള്ളങ്ങൾക്ക് സിറിഞ്ച്, ഈ മയക്കുമരുന്നിൻ്റെ പൊടികളൊക്കെ ഇഷ്ടം പോലെ എടുത്ത് ദിവസവും കളയുന്നു. ഇന്നിവിടെ ഇരിക്കുന്നത് ആരാണെന്ന് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ സ്ഥിതി. ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് വെച്ചാൽ പ്രതികരണം വളരെ മോശമായി വന്നതുകൊണ്ട് ഇപ്പോൾ ചോദ്യം പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ടൊരു പേടിയുണ്ടല്ലേ? നമുക്ക് 40-50 വയസ്സ്, 50-60 വയസ്സൊക്കെ ആയി. ഞങ്ങൾക്ക് 55 വയസ്സോളമായി. നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പണിയും തീർന്ന് വരുമ്പം ബൈക്കിൽ വരുന്നതൊക്കെ തന്നെ പിള്ളേരുടെ രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പരിശോധനയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ? പോലീസിന്റെ പരിശോധന മുടക്കി അവർ വരുന്നുണ്ട്, പക്ഷെ എന്നാലും പോരാ. ഇത് നമുക്ക് പിന്നെ ആരെയും ചൂണ്ടിക്കാണിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പാതിരാത്രിയൊക്കെ ജോലിയും തീർന്ന് ദൂരെ നിന്നൊക്കെ വരുന്നത്. ഈ പിള്ളേർ വൈരാഗ്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ പട്ടിണിയാകും. കൃത്യമായ ഇടപെടൽ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് വേണമെന്ന ആവശ്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഈ നാട് മുഴുവൻ ആവശ്യപ്പെടുന്നത് ആ കാര്യം തന്നെയാണ്. വി അരവിന്ദിനൊപ്പം മിഥുൻ സുധാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. താരതമ്യേന കുറവാണെങ്കിലും രാഷ്ട്രീയ പരിഹാസവും വിമർശനവും ഒക്കെ ഇന്നത്തെ ലൈവത്തോണിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നില്ലെങ്കിൽ ഒരു സന്ദേശം വായിക്കാതിരിക്കാൻ കഴിയില്ല. അസാധാരണമായ സന്ദർഭങ്ങളിൽ അസാധാരണ നടപടികൾക്ക് കേരളം 1-ാം നമ്പർ ആണല്ലോ. ഇപ്പോൾ മൂർത്തമായ സമയമായി എന്ന്. ശരിയാണ്, ഇനി വൈകിക്കൂടാ. നമ്മെ തേടി വരുന്ന വാർത്തകൾ നിരവധിയുണ്ട്. തേടിച്ചെന്ന് കണ്ടെത്തേണ്ട ചില വാർത്തകളുണ്ട്. അറിഞ്ഞും പറഞ്ഞും കണ്ടും കേട്ടും കുരുക്കഴിച്ചെടുക്കേണ്ട വാർത്തകളുമുണ്ട്. വളഞ്ഞും നേരെയുമായി കിടക്കുന്ന ഈ വഴികൾ പോലെ വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രയും നമ്മെ പലതും പഠിപ്പിക്കും. പുതിയ ജീവിതങ്ങൾ, പുതിയ മുഖങ്ങൾ, അനുഭവങ്ങളുടെ തീച്ചൂടേറ്റ് കണ്ടെത്തുന്ന സത്യങ്ങൾ നിർഭയമായി. പ്രേക്ഷകരെന്ന അവകാശിക്കായി ഓരോ വാർത്തയും ന്യൂസ് അവർ.